അച്ചാറുണ്ട്. കഴിഞ്ഞത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ 2 പേർക്ക് സൂപ്പറായിട്ട് കഴിക്കാവുന്ന രീതിയിൽ ഈ കച്ചമ്പറും ഉണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ബിരിയാണി. 2 പൂച്ചപ്പൊട്ടന്മാരുണ്ട്, അവന്മാർക്ക് 2 പേർക്കുള്ളതാണ് ഇതെനിക്ക്. നമുക്ക് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെ ഇത് വേറെ എന്തോ ഒരു ടെക്നിക്ക് പറയുന്നുണ്ടായിരുന്നില്ല, എല്ലാവരും ഇങ്ങനെ ആക്കിയിട്ട് എന്തോ പ്ലേറ്റ് പോലെ ആക്കി കഴിക്കാമെന്ന്. ഞാൻ അതിനൊന്നും നിൽക്കണില്ല കേട്ടോ. ഞാൻ ഇത് നമ്മുടെ പ്ലേറ്റ് ഉണ്ട്, ഈ പ്ലേറ്റിൽ തന്നെ കഴിക്കാം. അങ്ങനെ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. ഇത്തവണത്തെ നമ്മുടെ ബിരിയാണി എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ നമ്മൾ സാഗർ ഹോട്ടലിലായിരുന്നു കേട്ടോ. ഇത്തവണ നമ്മൾ ബ്രീസ് ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എത്ര കഷ്ണം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പീസ് ഇവിടെ ഇട്ടിട്ട് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഇത് വീണ്ടും ഇതേപോലെ തന്നെ ഒരു പീസും കൂടി, രണ്ടും പൊരിച്ചിട്ടുള്ള പീസാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബിരിയാണി റൈസ്, ഗ്രേവിയൊക്കെ താഴെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. സംഭവം കളറാണ് കേട്ടോ. ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണോ? അല്ലല്ല, അത് വലിയ പ്ലേറ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നാതാ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. അധികം വിശേഷം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയണ സംഭവമാണല്ലോ. നല്ല സോഫ്റ്റുള്ള ചിക്കൻ തന്നെയാണ്, ഒരു രക്ഷയില്ല. ഉണ്ടല്ലേ? ചോറാണെന്നുണ്ടെങ്കിലും